കുണ്ടനാന്ന് എനിക്ക് പേടിയുണ്ടോ? അതൊന്നും വെക്കില്ല, വേറെ പിന്നെന്താ പേടിക്കാനുള്ളത്? നീ പറഞ്ഞോ. ഹായ്, നമസ്കാരം. അലിൻ ജോസ് പരേരയാണ്. മലയാളത്തിന്റെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുകയാണ്. ഹൗ ഓൾഡ് ആർ യു തുടങ്ങി ഇപ്പോൾ നമ്മുടെ രജനീകാന്തിന്റെ പടങ്ങൾ വരെ എത്തി നിൽക്കുന്നു മഞ്ജു വാര്യർക്ക്. ഫുട്ടേജും പരിചയത്തിലുണ്ട്. ഇന്നലത്തെ ഒരു ലിറിക്കൽ വീഡിയോ സോങ് ഇറങ്ങുന്നു അനിരുദ്ധിന്റെ. അത് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു സോങ്ങിന്. ഡാൻസ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു തിരിച്ചുവരവാണ്. കാരണം പണ്ട് നമ്മള് മഞ്ജു വാര്യർ തിരിച്ചുവരാൻ അങ്ങോട്ട് പോയിണ്ടായിരുന്നു ആദ്യം. മഞ്ജു വാര്യർ പണ്ട് മറ്റേ ബദ്ദൽഹീം എന്ന സിനിമയില്ലേ, സമ്മറിബത്തിൽ, അതിലായിരുന്നു കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്തത്. അതിന്റെ ശേഷം പടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾഡർ ഇറ്റായിരുന്നല്ലോ മറ്റേത് ദിലീപന്റെ പടം, മറ്റേ സല്ലാപത്തിലാണ് കുറച്ചുകൂടി അഭിനയ പ്രാധാന്യം ഉള്ളൂ. അല്ല, ഹവോൾഡാറി കണ്ടിട്ടില്ല. ഹവോൾഡാറി അറിയോ? പിന്നെന്താ അങ്ങോട്ട് പോയി എന്താണ് നാടൻ വേഷങ്ങളിലൂടെ രണ്ടാമത് വന്നപ്പോ മോഡേൺ വേഷങ്ങൾ ഇതിലുണ്ട്. കൂടുതലും ഹിറ്റായത് ഫസ്റ്റ് സിനിമ. ഇപ്പൊ ജോൺ ബോയ് നല്ല പടമായ പലതും ഓടിയിട്ടില്ല. എവിടെയും കാണാത്ത ഒരു ഡിഫറെന്റ് മൂവിയാണ് ഫൂട്ടേജ്. അത് ഓടിയിട്ടില്ല. ഒരുപാട് പുതുമയുടെ മഞ്ജു വാര്യർ ചെയ്യുന്നുണ്ട്. സക്സസ് നല്ല പടമുണ്ട് സിനിമ. അപ്പൊ അതൊക്കെ തിയേറ്ററിലും ഓടിയില്ലെങ്കിൽ OTT-ലൊക്കെ നല്ല രീതിയിൽ സൺഡസ്റ്റിലും റാണി പത്മിനി ഏതാ പടം? സനൂപ് മറ്റേ ലാലു റെസ്റ്റോറന്റിലുള്ള വരയ്ക്കുന്ന പിന്നെ മറ്റേ ലാലേട്ടന്റെ ഒരു മറ്റേ പേര് വെച്ചൊരു അതല്ല, അതുണ്ട് സംഭവിച്ചു. മോഹൻലാൽ ഫാനായിട്ട് ബോക്സ് ഓഫീസിൽ രണ്ടാമത്തെ വരവില്ല. പല മൂവീസ് ബോക്സ് ഓഫീസിൽ ഓടിയിട്ടില്ല. എന്നാലും OTT-ലൊക്കെ വന്നപ്പോ ചാൻസ് കൊടുത്തത് ലാലേട്ടനാണ്. പറഞ്ഞോ ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞു. എന്താണ് അണ്ണന് ബർത്ത്ഡേ വിഷ് പറഞ്ഞു? മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ എല്ലാവർക്കും പ്രിയങ്കരിയായ മഞ്ജു വാര്യർ ജന്മദിന ആശംസകൾ. എത്രാമത്തെ വയസ്സാണ്? വയസ്സ് അങ്ങനെ പറഞ്ഞു. 48 വയസ്സ് പറഞ്ഞു വെച്ചു. കുഴപ്പമൊന്നുമില്ല. അണ്ണന് എത്ര വയസ്സാ? മഞ്ജുവാരുടെ വയസ്സ് പറയൂ. അണ്ണന്റെ അണ്ണനെ അറിയാത്ത ആരുമില്ല. ഇനി വേറെ കാര്യം അല്ല, ഞാൻ എന്താ പറയാന്ന് അലൻ ജോസ് വല്ല ഫോർമാറ്റ് ഇട്ടിട്ട് മറ്റേ മുണ്ടും കൊടുത്തിട്ട് മറ്റേ എന്താണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. ഒരു ഐഡിയ ഇല്ല അലൻ ജോസ്. ഇതേപോലെ ഇരുന്നിട്ട് കാഷ്വൽ ആയിട്ട് പറയുന്നല്ലേ. മോഹൻലാലും മഞ്ജു വാര്യരും ഇനി ഒന്നിക്കാൻ ആഗ്രഹിക്കും. ദിലീപേട്ട മഞ്ജു വാര്യർ സിനിമ ഞാൻ പറഞ്ഞു. കഥയിലുണ്ടെങ്കിൽ സംഭവിച്ചാൽ ആ വരാൻ പോകുന്നത് ധൈര്യപ്പെട്ട് പവർ ടീമില് ഗ്രൂപ്പ് തലവനാത്ര ദിലീപ്. റിപ്പോർട്ട് ചാനൽ പല ആൾക്കാരുടെ പേരൊക്കെ പറയുന്നുണ്ട്. പവർ ഗ്രൂപ്പ് ഒന്നുമില്ല സിനിമയിൽ. ആർക്ക് വേണമെങ്കിലും ഇപ്പൊ പൈസ അവനും ഡിപ്ലോമാറ്റിക് ആണെന്ന് തോന്നുന്നു. എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇപ്പൊ ഈ നടിമാരോട് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ നടിമാരിങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അപ്പൊ പറയും. ഒരാളെ സംസാരിക്കണേ വന്ന കുഴപ്പമില്ല. മെഡിക്കൽ അപ്പൊ തന്നെ ചെയ്യണം. മതി അല്ലേ? നിർത്തല്ലേ? ഹേമ കമ്പനി കുറച്ച് പെറേറൊന്നും പറ്റില്ല. ഡിപ്ലോമാറ്റിക് കാര്യം പറയട്ടെ. ഇപ്പൊ
ഇപ്പൊ മുന്നിൽ സിനിമ ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ നീ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൺ ആയിട്ടൊരു സിനിമ സംഘടന രൂപീകരിക്കുക. അപ്പൊ അവരായിട്ടൊരു സിനിമ ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ഡിപ്ലോമാറ്റിക് ഇങ്ങനെയുള്ള WCC പോലത്തെ സംഘടനയൊക്കെ ഇനി മുന്നോട്ട് നയിക്കേണ്ട അവര് തന്നെ ഒരു സിനിമ നിർമ്മിക്കുക. മനസ്സിലായോ? ഉമ്മണ് സ്ത്രീകൾ തന്നെ അഭിനയിക്കുക. അങ്ങനെയുള്ള ഡയറക്ടർ വരിക, ലേഡി സംവിധായക, ലേഡി പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പൊ നാട്ടിൽ കുടുംബശ്രീയിൽ എന്തോരം പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ലേഡിയായിട്ട് മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ അവര് തന്നെ ഒരു സൊസൈറ്റി ആണുങ്ങളില്ലാണ്ട് സിനിമ ചെയ്യാം. ആർക്കും എതിരല്ല കേട്ടോ. ഇപ്പൊ ആണുങ്ങൾ സംഘടനക്കോ ലേഡി സംഘടനക്കോ എതിരല്ല. പക്ഷെ അവർക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉയർന്ന ഒരു മെട്രോപൊളിറ്റൻ ലൈഫാണ്. അപ്പൊ ഒരു പുതിയൊരു ചിന്ത വരുത്തില്ല. അതിന്റെ അർത്ഥം അറിയാം. പറ കുറച്ചുകൂടി ബോധമായിട്ട് ചിന്തിക്കാത്ത അതാണ് ഡിപ്ലോമാറ്റിക് പറഞ്ഞ എന്താ അർത്ഥം? പറ. എന്താ അറിയില്ല. അതാണ് ഇന്നാളെ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ ഞാൻ തരാൻ പറഞ്ഞു. ഒരു സിനിമയിൽ അഭിനയിക്കാനാണ്. റോഡ് പൊട്ടന്റെ റോഡ് അഭിനയിച്ചു. വലിയ അവിടെ വേണ്ട പുള്ളി അങ്ങനെ തന്നെ. ഞാൻ ആള് പണ്ടൊന്നല്ല, മണ്ടനെ തോൽപ്പിക്കാൻ അതിബുദ്ധിമാനാണ്. അല്ലെങ്കിൽ പുള്ളി നമ്മുടെ റിവ്യൂ എസ്റ്റാബ്ലിഷ് ചെയ്തേ ഒറ്റയ്ക്ക് വഴി കെട്ടിയോന്നല്ല. ഈ പുള്ളിയാണ്. മീഡിയക്കാരന് മാത്രമാണ് റിവ്യൂവേഴ്സ് ആൾക്കാർ എന്ത് കളിയാക്കി ഇതൊരു പുള്ളിയെ ബാധിക്കില്ല. എല്ലാ പുറത്തിറങ്ങുമ്പോൾ യൂട്യൂബർ വിളിക്കുന്നുണ്ട്, റിവ്യൂവർ വിളിക്കുന്നുണ്ട്, പല രീതിയിലും വിളിക്കുന്നുണ്ട്. 50 രൂപയ്ക്കാണ് 50 രൂപയ്ക്കാണ് എല്ലാരും പല റേറ്റാണ് മേടിക്കണത്. ഓരോ ഇന്റർവ്യൂവിലും 500, 600 അങ്ങനെ. ബർത്ത്ഡേ വിഷയം ഉണ്ട്. 4 സിനിമ ചെയ്യണം. 500, 600 അല്ല 60 രൂപ തൊപ്പി പിന്നെ നിർത്തി. ആ ലൈവോടെ കയ്യിൽ തരണ്ട, മറ്റേ ഓൺലൈനിൽ കയ്യിൽ തരണ്ട. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തെറ്റാണ്ട. കാരണം തന്നെ ഞാൻ പണ്ട് റിവ്യൂറും ജൂനിയർ ആർട്ടിസ്റ്റിലൊക്കെ വർക്ക് ചെയ്യണ ഇപ്പൊ പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്ത. അപ്പൊ എനിക്ക് വലിയ ഒരു 50,000 രൂപ വരെ ഞാൻ ഏകദേശം കൈകാര്യം ചെയ്യാം. വീട്ടിലും ഡാഡി വരുമ്പോൾ 2 ലക്ഷം രൂപ കൈ വെച്ച് കൊണ്ടുവരാറുണ്ട്. അപ്പൊ അത് നമ്മള് ഓരോരോ ലോൺ ഡാഡി 2 ലക്ഷം രൂപ ഇവിടുന്ന് എന്നാണ് ഈ മണി കൈ പിടിച്ചല്ല. അതെറ്റാ. നമ്മള് കുറെ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. ഈ ഓണർ കേരളയിൽ പറഞ്ഞ പോലെ ഒന്നും അല്ല. കാരണം ഞാൻ ചെരിപ്പുടയിൽ പോയിട്ടുണ്ട്. മാരേജ് നടക്കില്ല. അറിയാതെ ജന്മന മണ്ടനത മണ്ടനെ ബുദ്ധി ഭയങ്കരമാണ്. ബിഗ് ബോസ് എന്നെ വിളിക്കൂല. 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സത്യം വിളിക്കൂല. ഞാൻ ഉറപ്പാണ്. ഈ സ്വഭാവം അല്ല അല്ല ഞാൻ പറയണില്ലേ എന്റെ ഈ സ്വഭാവം അല്ല എന്റെ സ്വഭാവം ഈ സ്വഭാവം മാറ്റിയാൽ മാത്രമേ എന്നെ ബിഗ് ബോസിൽ എടുക്കുള്ളൂ. എന്തായാലും ഈ പൊട്ടസ്വര സ്വഭാവം അപ്പൊ അല്ല ഈ സ്വഭാവം ശരി കടന്നിട്ടില്ല. ഓനെ 2 ആൾക്കാർ വന്നിട്ട് വർത്താനം പറഞ്ഞ അലൻ ജോസ് മുണ്ടില്ല. ഒരാളായ കാരണം ഇങ്ങ മാത്രമായ കാരണം മുണ്ടാണ്. ഇപ്പൊ എല്ലാരും കൂടെ കൂട്ടായിട്ട് തലാറ്റ് വേണ്ട ഗൗരവം, കോമഡി, മറ്റേ കരച്ചിലെല്ലാം വേണം. ഇതെല്ലാം എനിക്ക് ലൈഫിൽ സംഭവിക്കാറുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ ഓക്കെ. അപ്പൊ അലൻ ജോസ് എന്നെ ഫോൺ കണ്ടേഴ്സ് പറഞ്ഞ് വിളിക്കാറുണ്ട് പലയിടത്തും. അവരെല്ലാം ഇയാളിൽ ചോദിക്കാറുണ്ട്. ഒറ്റയ്ക്ക് വഴി കെട്ടിയാണ് പട്ടി കിടയിൽ ഡയലോഗ് ഇല്ല. ഓക്കെ.